ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്ലോഡഡ് ബൈ സിബിൻ 1996 എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ദുബായിൽ നിന്നും ഷാർജയിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു അടിപൊളി മലയാണ് കേട്ടോ. ദുബായ് സോനാപൂർ എന്ന സ്ഥലത്ത് നിന്നും നമ്മൾ ഷാർജയിലേക്ക് പോകുമ്പോൾ അത് ഏത് വഴിയിൽ പോയാലും നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ്, ഒരു മൗണ്ട് വ്യൂ ആണ്. ഞാൻ ഇതിനു മുമ്പ് ദുബായ് സോനാപൂരിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോനാപൂർ എന്ന് പറയുന്നത് ദുബായിൻ്റെ ഒരു ബാക്ക് ബോൺ ആണ്, ഒരു നട്ടല്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്കും തൊഴിലാളികൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കിൽ ഏർപ്പെടുന്ന ആൾക്കാരും അങ്ങനെയുള്ള ഈ ഒരുപാട് തൊഴിലാളികളുള്ള സ്ഥലമാണ് ഈ സോനാപൂർ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ലേബേഴ്സ് ഇവിടെയുണ്ട്. അവരൊക്കെയാണ് ദുബായിനെ ഇന്നീ കാണുന്ന ദുബായി ആക്കി മാറ്റിയത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരാണ് അവരിൽ. ഓക്കെ, അപ്പോൾ ആ സോനാപൂരിൽ നിന്നും ഷാർജയിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു അടിപൊളി വ്യൂ ആണിത്. ഒരു അടിപൊളി മൗണ്ട് വ്യൂ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു യഥാർത്ഥ മലയല്ല, ഇതൊരു ആർട്ടിഫിഷ്യൽ മലയാണ്. ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ എന്താ പറയുക, ടൂറിസ്റ്റുകൾക്കൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാകില്ല. കാരണം ഞാൻ വന്നിട്ട് ഇപ്പം 2 വർഷം കഴിഞ്ഞു. അപ്പം ഞാൻ പോലും മനസ്സിലാക്കിയത് ഈ അടുത്തൊരു 3-4 മാസം ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം അവർ എന്താണ് ആ ഒരു മലേൻ്റെ വ്യൂ ആണ്. എന്താ പറയുക, നമ്മൾ ഇത് നല്ലൊരു വെയിലത്ത് ഞാൻ എടുത്തുകൊണ്ടാണ്, നല്ല വെയിലുള്ള ടൈമിൽ എടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. ശരിക്കും ഇതൊരു ഇപ്പോൾ ഇവിടെ ദുബായിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UAE ഇപ്പോൾ സമ്മർ സീസണാണ്. അപ്പം ഈ ഒരു സീസണിലെടുത്തപ്പം ഇതിനെ കാണാൻ ഇത്രമാത്രം ഭംഗിയുണ്ട്. അപ്പം വിൻ്റർ സീസണിൽ ഇതിനെക്കാട്ടും നല്ല സ്റ്റൈലായിരിക്കും ഈ ഒരു ഏരിയ കാണാനായിട്ട്. ഒരുപാട് മരങ്ങൾ, ഒരു മണ്ണും കാര്യങ്ങളൊന്നും ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മരങ്ങൾ അതിലേക്ക് നട്ടുവെച്ചിട്ടുണ്ട്. അപ്പോൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റുകളും പഴയ പൊളിക്കുന്ന ബിൽഡിങ്ങിൻ്റെ വേസ്റ്റുകളെല്ലാം മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തൊരു മലയാണ് കേട്ടോ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴും വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു രണ്ടാഴ്ചത്തോളമായിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഈ മലയുടെ ഹൈറ്റ് ഇങ്ങനെ എന്താണ് പറയുക, ഡേ ബൈ ഡേ അതിങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കൂടുന്നതായിട്ട് തോന്നിയിരുന്നു. അപ്പം ഞാനത് കൂടുതലായിട്ട് വാച്ച് ചെയ്ത ടൈമിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പണി ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഷാർജയിലേക്ക് പോകുമ്പോൾ കാണുന്നതാണ് ഫുള്ള്. അത് ഈ സൈഡിൽ കാണുന്ന ആര്യവേപ്പിൻ്റെ മരമാണ് കേട്ടോ. ശരിക്കും നമുക്ക് നാട്ടിൽ നിൽക്കുന്ന ഒരു ഇത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഗ്രീനറി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ദുബായിലെ പല സ്ഥലങ്ങളിലും നമുക്ക് പോയാൽ ഗ്രീനറി കാണാം. ദുബായ് സൗത്ത് ഏരിയകളിലേക്ക് പോവുകയാണെങ്കിൽ, അറേബ്യൻ റേഞ്ചസ് ആ ഒരു ഏരിയയിലൊക്കെ പോവുകയാണെങ്കിൽ അടിപൊളി ഗ്രീനറി ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാം. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും വളരെ മനോഹരമായി ഒരു സ്ഥലമായിട്ട് കാണാം. ഇപ്പോഴും ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. വലിയ ടോറസിൽ മണ്ണ് കൊണ്ടിടുകയും വേസ്റ്റ് കൊണ്ടിടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് JCB കുഴി കുഴിച്ചിട്ട് എടുത്ത് അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ബാക്കി ചെറിയ കുഴിയെല്ലാം കുഴിച്ച് അതിൽ വളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാന്ന് തോന്നുന്നു പുതിയ ചെടികൾ, പുതിയ മരത്തിൻ്റെ ചെടികൾ അതിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുമ്പം കാണുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഷാർജയിൽ നിന്ന് തിരിച്ച് ദുബായിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ റിംഗ് റോഡ് വഴി പോകുമ്പം അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.